ഏത് സാഹചര്യത്തിലാണ് GST നിയമപ്രകാരമുള്ള ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ കസ്റ്റമർ വന്ന് നിങ്ങളുടെ 1,00,000 രൂപയുടെ സാധനം മേടിക്കുന്നു. 1,00,000 രൂപയുടെ മേലിൽ 18% GSTയും ചേർത്ത് 1,18,000 രൂപയാണ് നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങൾ ബില്ല് ചെയ്തത്. അടുത്ത ദിവസം ഇതേ കസ്റ്റമർ ഇതേ സാധനം നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യണം. ഈ സാഹചര്യത്തിലാണ് ക്രെഡിറ്റ് നോട്ട് എന്ന ഡോക്യുമെൻറ്റ് നിങ്ങൾ ഈ കസ്റ്റമർക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇതൊക്കെയാണ്: നിങ്ങളുടെ സെയിൽസ് കുറയുന്നു, നിങ്ങളുടെ GST ലയബിലിറ്റി കുറയുന്നു, നിങ്ങളുടെ സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു വരുന്നു. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സെല്ലർ GST പിടിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമാണ് തിരിച്ചു കൊടുക്കുന്നത്. ഇത് GST നിയമപ്രകാരം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത മുഴുവൻ തുകയും, അതായത് GSTയും ചേർത്ത് നിങ്ങൾ കസ്റ്റമർക്ക് തിരികെ നൽകേണ്ടതായിട്ടുണ്ട്. ആ പീരീഡിലെ GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ ക്രെഡിറ്റ് നോട്ടും അതിൽ കാണിക്കാൻ വിട്ടുപോകരുത്. ക്രെഡിറ്റ് നോട്ട് നിങ്ങളുടെ GST റിട്ടേണിൽ കാണിക്കുമ്പോൾ നിങ്ങളുടെ GST ലയബിലിറ്റിയിൽ നിന്ന് ക്രെഡിറ്റ് നോട്ടിലുള്ള GST എമൗണ്ട് കുറയും.